ശ്രീ സേനാപതി വേണു, ഈ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധിക്കുകയില്ല. SDPI പിന്തുണ പ്രഖ്യാപിച്ചതിന് ശേഷം നമുക്കറിയാം CPM-ലെ മുതിർന്ന നേതാക്കളാണ് കോൺഗ്രസിന്റെ നിലപാട് ചോദ്യം ചെയ്തുകൊണ്ടുള്ള പ്രസ്താവനകൾ നടത്തിയത്. പൊതുസമൂഹത്തിൽ നിന്നും ഈ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. അപ്പോഴും പറയുന്നത് ഒരു ഒഴുക്കൻ മട്ടിലാണ്, തീവ്രവാദ ശക്തികളുമായി തങ്ങൾക്ക് ബന്ധമില്ല, ആരെങ്കിലും പിന്തുണ പ്രഖ്യാപിച്ചാൽ ഞങ്ങൾ എന്ത് ചെയ്യും, വ്യക്തികൾക്ക് വോട്ട് ചെയ്യുകയല്ലേ എന്ന്. പക്ഷേ നേരത്തെ ഞാൻ ചോദിച്ചതുപോലെ ഒരു ധാർമ്മിക ഉത്തരവാദിത്വമുണ്ട്, തങ്ങൾക്ക് ആരുടെയൊക്കെ വോട്ട് സ്വീകരിക്കാം എന്നുള്ളതിലൊരു ധാർമ്മിക ഉത്തരവാദിത്വമുണ്ട്. അത് തുറന്നു പറയാൻ എന്തിനാണ് മടി? അല്ല, ഞങ്ങൾ ഈ കാര്യത്തിൽ നിലപാട് വളരെ കൃത്യമായി പറഞ്ഞിട്ടുള്ളതാണ്. ഇവിടെ ബഹുമാന്യ എന്റെ സ്നേഹിതൻ ശ്രീ ഉല്ലാസ് ബാബു, അദ്ദേഹം ജനാധിപത്യത്തെക്കുറിച്ചും മതേതരത്വത്തെക്കുറിച്ചും ഒക്കെയാണ് പറയുന്നത്. അദ്ദേഹം ഇപ്പൊ പറയുന്നത് ഞങ്ങളാണ് വിഭജനത്തിന്റെ വിത്തുകൾ പാകിയത്. ഞങ്ങൾ വിഭജിക്കുകയല്ല ചെയ്തത്. 16ഓ 20ഓ കഷ്ണങ്ങളാകേണ്ടിയിരുന്ന ഈ രാഷ്ട്രത്തെ ഒന്നാക്കി നിർത്തിയത് അത് കോൺഗ്രസും കോൺഗ്രസിന്റെ മതേതര നിലപാടുമാണ്. ആ മതേതര നിലപാട് കോൺഗ്രസ് വിട്ടുവീഴ്ചയില്ലാതെ തുടരുന്നത് കൊണ്ട് തന്നെ ഒരു സംശയവും വേണ്ട, ഈ രാജ്യത്തിന്റെ ഭരണഘടനയും സംവിധാനവും ഒക്കെ ഇന്നോളം നിലനിന്നത് ഞങ്ങൾ അതിൽ അഭിമാനം കൊള്ളുന്നവരാണ്. എല്ലാ കാലഘട്ടത്തിലും എല്ലാ വർഗീയതയോടും, അത് ഭൂരിപക്ഷ വർഗീയതയാണെങ്കിലും ന്യൂനപക്ഷ വർഗീയതയാണെങ്കിലും. ശ്രീ ഉല്ലാസ് ബാബുവിനോട് ഞാൻ പറയുന്നു, നിങ്ങൾ രണ്ടു കൂട്ടരും സംസാരിക്കുന്നത് ആയുധത്തിന്റെ ഭാഷയാണ്. മനുഷ്യനെ കൊല്ലാൻ ട്രെയിനിങ് കൊടുക്കുന്ന സംഘടനകൾ നിങ്ങൾ രണ്ടു കൂട്ടരുമാണ്. നിങ്ങൾ സംസാരിക്കുന്നത് നിങ്ങളുടെ ഭാഷയും അത് തന്നെയാണ്. ആ കാര്യത്തിൽ നിങ്ങൾ ആരും ഹോളി കൗസ് അല്ല, വിശുദ്ധ പശുക്കളല്ല. നിങ്ങൾ രണ്ടു കൂട്ടരുടെയും നിലപാട് അത് ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ, അങ്ങ് ആദ്യം പറഞ്ഞ പോലുള്ള ആ മസ്തിഷ്ക പ്രക്ഷാളനം, അങ്ങനെ അണികളെ സജീവമായി ആയുധമാക്കി നിർത്തുന്ന ആ നിലപാടുകൾക്കെതിരെയാണ് കോൺഗ്രസ് എല്ലാ കാലഘട്ടത്തിലും. നിങ്ങൾക്കതിനെ എന്താ പറഞ്ഞ ഞങ്ങളുടെ ഭീരുത്വമെന്നോ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് അതിനെ വ്യാഖ്യാനിക്കാം. പക്ഷേ ഞങ്ങൾ അണുവിട അല്ലെങ്കിൽ കടുകിട വ്യത്യാസമില്ലാതെ ഞങ്ങൾ പറയുന്നു, കോൺഗ്രസ് എന്ന ആ മതേതര രാഷ്ട്രീയ പ്രസ്ഥാനം ഈ രാജ്യത്ത് നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ രാജ്യത്തിന്റെ മതേതരത്വം. ആ മതേതരത്വത്തിന്റെ അർത്ഥം ഒരു വിഭാഗത്തെ മാറ്റി നിർത്തുക, ഭൂരിപക്ഷമുള്ളവൻ ഭൂരിപക്ഷമില്ലാത്തവനെ അല്ലെങ്കിൽ ന്യൂനപക്ഷത്തെ ചവിട്ടി മെതിക്കുക എന്നുള്ളതൊന്നുമല്ല. അത് കൃത്യമായി തന്നെ അവരവർക്ക് ഉള്ള ആ സ്പേസ് കൊടുത്തുകൊണ്ട് എല്ലാവരെയും അംഗീകരിച്ചു പോകുന്ന ആ മതേതരത്വമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനം ഇന്നോളം സ്വീകരിച്ചത്. ഈ പാർട്ടി ഉള്ളിടത്തോളം കാലം അത് സ്വീകരിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഞങ്ങൾ അഭിമാനത്തോടു കൂടി ഒരു വാക്കുകൂടി പറഞ്ഞോട്ടെ, ഞങ്ങൾ അഭിമാനത്തോടു കൂടി പറയുന്നു, ഞങ്ങൾക്ക് ഈ നാട്ടിലുള്ള എല്ലാ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന സംഘടനകളുമായി ഞങ്ങൾ സന്ധിയില്ലാത്ത സമരത്തിലാണ്. അങ്ങ് പുന്നൻ ഔഷാദിനെ കുറിച്ച് സൂചിപ്പിച്ചല്ലോ. അതെ, ഞങ്ങൾ സന്ധി ചെയ്യാത്തവരായതുകൊണ്ടാ. ഞങ്ങളാണല്ലോ എല്ലാവരുടെയും ശത്രുക്കൾ. ഞങ്ങൾ എല്ലാവരുടെയും ശത്രുക്കളാകാനുള്ള കാരണം അത് തന്നെയാണ്. ഞങ്ങൾ എടുക്കുന്ന നിലപാടുകളാണ്. ആ നിലപാടുകളുമായി കോൺഗ്രസ് മുന്നോട്ട് പോകുക. അതുകൊണ്ട് ഞങ്ങൾ വളരെ കൃത്യമായിട്ട് തന്നെ പറയുന്നു, അവിടുത്തെ ധാർമ്മികതയെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് ഞങ്ങൾക്ക് SDPI പോലുള്ള സംഘടനകളുമായി ഒരു ബന്ധവുമില്ല. ആ ബന്ധം കേരളത്തിൽ തുടർന്നിരിക്കുന്നത് അത് ഇടതുപക്ഷമല്ല, CPM ആണ്. അവര് ഒളിഞ്ഞും തെളിഞ്ഞും CPM-ഉമായിട്ട് ഈ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം അവർ ബാന്ധവമുണ്ട്. ഒരു സുപ്രഭാതത്തിൽ നേരം വെളുത്തപ്പോഴേക്കും എന്തുകൊണ്ടാണ് കോൺഗ്രസിന് പിന്തുണ തന്നത് എന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുന്നു, ഒരു ജനാധിപത്യത്തിൽ തെരഞ്ഞെടുപ്പിൽ ആരെങ്കിലും നിനക്ക് വോട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നിന്റെ വോട്ട് അത് കളങ്കിതമാണ്, അതുകൊണ്ട് വേണ്ട എന്ന്. കാരണം ഇതൊന്നും ആർക്കും തിരിച്ചറിയാൻ പറ്റത്തില്ല. ഇവർ വോട്ട് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മളെ ആരെയും കാണിച്ചിട്ടല്ലോ. അവർ പ്രഖ്യാപിക്കാതിരിക്കട്ടെ. ഞങ്ങൾ ഈ സംഘടനയുമായി ഒരു ബന്ധവും ഞങ്ങൾക്ക് ഇന്നലെയുമില്ല, നാളെയുമില്ല എന്ന് ഞങ്ങൾ ജനാധിപത്യത്തിലില്ല. സേനാപതി വേണുണ്ട് ജനാധിപത്യത്തിലായിരിക്കും. രേണുക പോയിന്റ് എടുത്തു പറ. ശരി, ശ്രീ സേനാപതി വേണു നേരത്തെ മുതൽ തന്നെ അത് ആവർത്തിക്കുന്നുണ്ട്. പക്ഷേ ചോദ്യം അത് തന്നെയാണ് ശ്രീ സേനാപതി വേണു, എന്തുകൊണ്ട് പരസ്യമായി നിരാകരിക്കുന്നില്ല എന്നുള്ളതാണ്. അത് മാത്രമല്ല, താങ്കൾ ചർച്ചയ്ക്കിടെ പറയുകയുണ്ടായി ഈ SDPI കോൺഗ്രസ് പാർട്ടി കള്ളന്മാരുടെ സംസ്ഥാന സമ്മേളനം. ശരി, എത്താം BJP-യിലേക്ക് വരുന്നത്. രണ്ടുപേരിലേക്കും എത്താം.